വൈക്കം മുഹമ്മദ് ബഷീർ മലയാളികളെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തും വലിയ ആവേശപൂർവ്വം ഓർമ്മിക്കപ്പെടുന്ന, വായിക്കപ്പെടുന്ന, വിശകലനം ചെയ്യപ്പെടുന്ന, അപഗ്രഥിക്കപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ്. വാസ്തവത്തിൽ ബഷീർ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 30 വർഷം കഴിഞ്ഞെങ്കിലും ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന എഴുത്തുകാരേക്കാൾ വലിയ പരിഗണനയാണ് ബഷീറിന് വായനക്കാരിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും വാസ്തവത്തിൽ ബഷീർ ഇങ്ങനെ മറ്റ് എഴുത്തുകാരിൽ നിന്നും വിഭിന്നമായി ഇത്രമാത്രം സ്വീകാര്യനായി മാറിയത്? എന്തുകൊണ്ട് ബഷീറിനോട്, ബഷീറിൻ്റെ രചനകളോട് കേരളത്തിലെ വായനക്കാർക്ക് വലിയ രീതിയിലുള്ള ആഭിമുഖ്യവും ആദരവും നിലനിൽക്കുന്നു എന്നത് ഒരു വലിയ ചോദ്യമാണ്. കാരണം മരിച്ചിട്ടും മരിക്കാതെ, പിരിഞ്ഞിട്ടും പിരിയാതെ ബഷീർ നമുക്കിടയിൽ ഇപ്പോഴും ജീവിക്കുന്നു. അതിൻ്റെ കാരണം ബഷീർ അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ പോലെ തന്നെ ഒരു വിസ്മയമായാണ് നമ്മുടെ ഈ ലോകത്ത് ജീവിച്ചത്, നമ്മെ വിട്ടുപിരിഞ്ഞത്. വാസ്തവത്തിൽ ബഷീർ ജീവിതത്തിൻ്റെ ആദ്യ ദശകങ്ങളിൽ ഒരു അന്വേഷകനായിരുന്നു. അന്വേഷകൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഒരു സത്യാന്വേഷകനായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഒരു ദാർശനിക പ്രതിഭ ജന്മന ഉള്ളതായി അദ്ദേഹത്തിൻ്റെ വ്യക്തിപരവും ആവിഷ്കാരപരവുമായിട്ടുള്ള ജീവിതത്തെ നിരീക്ഷിച്ചാൽ നമുക്ക് എളുപ്പം മനസ്സിലാവും. ദാർശനിക പ്രതിഭ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റ് മിക്ക എഴുത്തുകാരിലും നമുക്ക് കാണാൻ കഴിയാത്ത സത്യാന്വേഷണ ത്വര എന്ന് അതിനെ വിളിക്കാം, വിശേഷിപ്പിക്കാം. ബഷീർ നിരന്തരം യാത്ര ചെയ്തത് എവിടേക്കായിരുന്നു? അങ്ങനെ യാത്ര ചെയ്ത തീയതികൾ എവിടെ? സമയവും കാലവും എവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ ഇപ്പോൾ ആധുനിക ജീവിത സങ്കല്പത്തിൻ്റെ വെളിച്ചത്തിൽ ചിലരൊക്കെ ചോദ്യം ചെയ്യുന്നത് കാണാനിടയായി. വാസ്തവത്തിൽ ബഷീർ തീയതി നോക്കി, ഡയറി നോക്കി, ടിക്കറ്റ് ബുക്ക് ചെയ്ത് യാത്ര ചെയ്ത വ്യക്തിയല്ല. ബഷീർ ഹോട്ടൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് യാത്ര ചെയ്ത വ്യക്തിയുമല്ല. മറിച്ച് ഒരു അന്വേഷകൻ്റെ ത്വരയുമായി, അഭിവാഞ്ചയുമായി എവിടെയൊക്കെയോ കറങ്ങി. അതിൽ ഹിമാലയ സാനുക്കളുണ്ട്, താഴ്വാരങ്ങളുണ്ട്, മരുഭൂമികളുണ്ട്, അങ്ങാടികളുണ്ട്, വേശ്യത്തെരുവുകളുണ്ട്. അങ്ങനെ ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിലും കറങ്ങി തിരിഞ്ഞ് തിരിച്ചു വന്ന ഒരാളാണ് ബഷീർ. അദ്ദേഹത്തിൻ്റെ കറക്കം എന്നുള്ളത്, അദ്ദേഹത്തിൻ്റെ യാത്ര എന്നുള്ളത് എവിടെയെങ്കിലും രേഖപ്പെടുത്താൻ വേണ്ടി നടത്തിയ യാത്രയായിരുന്നില്ല. പക്ഷേ എന്താണ് സത്യം, എന്താണ് നീതി, എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്താണ് നന്മ, എന്താണ് തിന്മ, ഈ അന്വേഷണമാണ് വാസ്തവത്തിൽ ബഷീർ ജീവിതത്തിലുടനീളം നിർവഹിച്ചത്. അതിൻ്റെ ഭാഗമായാണ് ബഷീർ അദ്ദേഹത്തിൻ്റെ സാഹിത്യ ആവിഷ്കാരം നടത്തിയത് എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിൻ്റെ ആവിഷ്കാരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എളുപ്പം മനസ്സിലാവും. ഇപ്പം ജന്മദിനം എന്ന് പറയുന്ന ആദ്യകാലത്ത് എഴുതിയ കഥ തന്നെ നമ്മളൊന്ന് വായിക്കുകയാണെങ്കിൽ ആ കഥയിൽ തന്നെ ബഷീർ സ്വയം തന്നെ ചോദിക്കുകയാണ്, എൻ്റെ ജന്മദിനമാണിന്ന്. പക്ഷേ എന്നാണ് ഞാൻ ജനിച്ചത് അറിയില്ല. കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകത്തിലെ കീഴാള വിഭാഗങ്ങളിൽ നിന്ന് ജനിച്ചു വീഴുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവരുടെ ജന്മദിനങ്ങൾ രേഖപ്പെടുത്താറില്ല. അവർക്ക്
കൃത്യമായ ഔപചാരിക വിദ്യാഭ്യാസം പലപ്പോഴും കിട്ടിയെന്ന് വരില്ല. ബഷീറിനെ സംബന്ധിച്ചിടത്തോളവും നാരായണഗുരുവിൻ്റെ ജന്മദിനവും ജന്മവർഷവും വലിയ അന്വേഷണ വിഷയമായി പലരും പിന്നീട് കണ്ടെത്തിയതാണ്. അത് എത്രമാത്രം കൃത്യമാണ് എന്ന കാര്യത്തിലും തർക്കമുണ്ട്. ബഷീറിൻ്റെ കാര്യത്തിലും അതുതന്നെയാണ്. വാസ്തവത്തിൽ ബഷീർ പ്രസിദ്ധനായപ്പം കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിലും പ്രസിദ്ധനായി തീർന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പലരും നടത്തുകയുണ്ടായി. പക്ഷേ അത് എത്രമാത്രം വിജയിച്ചു എന്നത് അല്ലെങ്കിൽ എത്രമാത്രം ശരിയാണ് എന്നത് ഇപ്പോഴും ചോദ്യചിഹ്നമാണ്. അപ്പം ജന്മദിനം എന്ന കഥയിൽ അദ്ദേഹം തന്നെ എനിക്കിപ്പോൾ വയസ്സെത്രയായി, 26, 32, 47 ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. എന്നിട്ട് അവസാനം കണ്ണാടിയിൽ പോയി നോക്കി, ഇല്ല, തരക്കേടില്ല, മുഖത്തിനൊന്നും വലിയ പ്രായമായിട്ടില്ല എന്ന് സ്വയം അദ്ദേഹം ആശ്വസിക്കുകയാണ്. അപ്പം ജീവിതം ഈ അന്വേഷണത്വരയിൽ, അന്വേഷണ വാഞ്ചയിൽ മുഴുകി എവിടെയൊക്കെയോ പോയി. മരുഭൂമികൾ പൂക്കുന്നു എന്ന പുസ്തകം വിജയമാഷ് അദ്ദേഹത്തിന് സമർപ്പിച്ച സമയത്ത് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, മരുഭൂമി പൂക്കുന്നത് വിജയൻ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയായി അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ബഷീർ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ്. മരുഭൂമികൾ പൂക്കുന്നത് കാണണം എങ്കിൽ അത് എല്ലാവർക്കും സാധ്യമല്ല. മരുഭൂമിയിലെ ചുട്ടുപൊള്ളുന്ന മണലിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ. വാസ്തവത്തിൽ ബഷീറിനെ നമുക്ക് ബഷീറിൻ്റെ ഈ അന്വേഷണാത്മക യാത്രയെ ഗസാലിയുടെ യാത്രയുമായി ഭാഗികമായി നമുക്ക് സമീകരിക്കാൻ പറ്റും. ഭാഗികമായി മാത്രമാണ്. ബഷീറിൽ ഒരു ഗസാലി ഉണ്ടായിരുന്നു, ബസീറിൽ ഒരു അൽ ഹല്ലാജ് ഉണ്ടായിരുന്നു, മൻസൂർ അൽ ഹല്ലാജ് ഉണ്ടായിരുന്നു. പക്ഷേ പൂർണ്ണമായി ഹല്ലാജോ അല്ലെങ്കിൽ ഗസാലിയോ അല്ല ബഷീർ. മറിച്ച് ബഷീർ അവരുടെ അന്വേഷണാത്മകത അല്ലെങ്കിൽ അവരുടെ പരമ്പരയിൽ സൂഫിമാരും സന്യാസിമാരും ഒക്കെ കൊണ്ടു നടന്ന അന്വേഷണാത്മകതയുടെ ആന്തരികമായ ചോദന ഉൾക്കൊണ്ട് ബഷീർ അദ്ദേഹത്തിൻ്റേതായ രീതിയിൽ മൗലികമായി തന്നെ യാത്ര ചെയ്യുകയും അന്വേഷിക്കുകയും അദ്ദേഹത്തിൻ്റേതായ പരികൽപ്പനകൾ സ്വാംശീകരിക്കുകയും അത് പിന്നീട് എഴുത്തിൻ്റെ ഭാഷയിലേക്ക് പകർത്തുകയും ചെയ്ത ഒരു മഹത് വ്യക്തിയാണ്. അതുകൊണ്ട് ബഷീറിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കാലസങ്കല്പത്തിലോ നമ്മുടെ സ്ഥലസങ്കല്പത്തിലോ ഒതുങ്ങാത്ത ഒരു വ്യക്തിയും എഴുത്തിൻ്റെ ശേഷിയും നമുക്ക് കാണാൻ പറ്റും. ഈ തടവറയിൽ ഇരിക്കുമ്പോൾ ബഷീർ എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ അനുഭവങ്ങൾ ആവിഷ്കരിച്ചുള്ള മതിലുകളിൽ ബഷീർ പറയുന്നത് ആവർത്തിച്ച് പറയുന്നത് കാലത്തെക്കുറിച്ചാണ്. ആ കഥ തുടങ്ങുന്നത് തന്നെ, മതിലുകൾ തുടങ്ങുന്നത് തന്നെ കാലത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്, കാലപ്രവാഹത്തെ ഓർമ്മിച്ചുകൊണ്ടാണ്. ബഷീർ അവിടെ പറയുന്നുണ്ട്, ഞാനും അനന്തതയുമാണ് ഇപ്പോൾ ഈ ചെറിയ തടവറക്കുള്ളിൽ എന്ന് പറയുന്നത്. ജീവിതമാകുന്ന പ്രപഞ്ചമാകുന്ന വലിയ തടവറയിൽ മറ്റൊരു ചെറിയ തടവറക്കകത്താണ് ഞാൻ എന്നും അതേ കൃതിയിൽ ബഷീർ പറയുന്നുണ്ട്. അവൻ ജീവിതമാകുന്ന ഈ വലിയ തടവറയെക്കുറിച്ച്, ഈ തടവറയിൽ നിന്നുള്ള മോചനത്തെക്കുറിച്ച് നിരന്തരം ചിന്തിച്ചു കൊണ്ടിരുന്ന, നിരന്തരം അന്വേഷിച്ചു കൊണ്ടിരുന്ന യാത്രയും എഴുത്തുമായിരുന്നു ബഷീറിൻ്റെ. അതുകൊണ്ടാണ് ബഷീർ മറ്റ് എഴുത്തുകാരിൽ നിന്ന് വിഭിന്നമായി എൻ്റെ വിയർപ്പും എൻ്റെ ചോരയുമാണ് എൻ്റെ എഴുത്തിൽ നിരന്തരം പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം സ്വന്തം ചോരയെ നീരാക്കി, സ്വന്തം ചോരയെ വിയർപ്പാക്കി, ആ വിയർപ്പിൻ്റെ ഉപ്പിൽ നിന്ന് വാസ്തവത്തിൽ നമുക്ക് വേണ്ട അക്ഷരങ്ങൾ, നമുക്ക് വേണ്ട വാക്കുകൾ, നമുക്ക് വേണ്ട ആശയങ്ങൾ അദ്ദേഹം നിരന്തരം പ്രക്ഷേപിക്കുകയായിരുന്നു. അതുകൊണ്ട് ബഷീർ ഇങ്ങനെ നമുക്ക് നമ്മുടെ പതിവ് രീതികൾ വെച്ച് അളക്കാൻ കഴിയുന്ന എഴുത്തുകാരനായിരുന്നില്ല. നമ്മുടെ പതിവ് മാനദണ്ഡങ്ങളനുസരിച്ച് ബഷീർ എവിടെ പോയി, എപ്പോൾ പോയി, ഇതൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബഷീർ നമ്മൾ പതിവായി വിശ്വസിക്കുന്ന കണക്കിൻ്റെ ഭാഷയിലോ നമ്മുടെ ദൈനംദിന വ്യവഹാരത്തിൻ്റെ ഭാഷയിലോ
ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്ത ആളായിരുന്നില്ല. അതുകൊണ്ടാണ് ബഷീറിന് നമ്മൾ വെള്ളപ്പൊക്കത്തിലും ഓർക്കേണ്ടി വരുന്നത്. 2018 കേരളത്തിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് നമ്മൾ ബഷീറിനെ ഓർക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബഷീർ കാലത്തെ അതിവർത്തിച്ചുകൊണ്ട്, സ്ഥലകാലങ്ങളെ അതിവർത്തിച്ചുകൊണ്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ആ ചിന്തകളുടെ വെളിച്ചം എഴുത്തിൻ്റെ രീതിയിൽ ആവിഷ്കരിക്കുകയും ചെയ്തിട്ടുള്ള മഹാപ്രതിഭയായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബഷീർ സ്വയം തന്നെ കാലത്തെ മറികടന്ന സ്ഥലകാലബദ്ധമല്ലാത്ത ചിന്തകളെ, നമുക്ക് ചിന്തകളെ തടവറയിലാക്കാൻ പലപ്പോഴും പറ്റില്ല. ഇപ്പോൾ പ്രശസ്ത ദാർശനികനായിട്ടുള്ള സാർത്തിൻ്റെ കീൻ എന്ന് പറയുന്ന ഒരു നാടകത്തിൽ തടവറയിൽ ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു വ്യക്തിയുടെ ചിന്തയെ തളച്ചിടാൻ കഴിയില്ല എന്ന് മുഖ്യ കഥാപാത്രമായിട്ടുള്ള കീൻ പറയുന്നുണ്ട്. വാസ്തവത്തിൽ ബഷീർ നിരന്തരം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യവും അതാണ്. കാരണം നമ്മുടെ ചിന്തയെ, മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചങ്ങലക്കിട്ട് തടഞ്ഞ് ഇല്ലാതാക്കാൻ കഴിയുന്നില്ല. അത് കൊലപാതകങ്ങളിലൂടെയോ തടവറകളിലൂടെയോ തോക്കുകളോ ബയനറ്റുകളോ ഉപയോഗിച്ചോ നിശ്ചലമാക്കാൻ കഴിയുന്നില്ല. അപ്പം ബഷീർ എൻ്റെ ഭൗതികമായ അന്വേഷണങ്ങളോ ഭൗതികതരമായ അന്വേഷണങ്ങളോ പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ തന്നെ ബഷീർ വേറിട്ട ഒരു വ്യക്തിയായി, വേറിട്ട ഒരു പ്രതിഭയായി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം പ്രകാശിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ജയിലിൽ തടവറയിലേക്ക് ഒരാൾ പോകുമ്പോൾ അദ്ദേഹം സ്വാഭാവികമായി വ്യാകുല ചിത്തനാവുകയും വലിയ രീതിയിലുള്ള അസ്വസ്ഥത പ്രകാശിപ്പിക്കുകയും ഒക്കെയാണ് ചെയ്യുക. മറിച്ച് ബഷീർ ഈ തടവറയിൽ നിന്നും വ്യാകുലചിത്തനായത് ഈ പ്രപഞ്ചത്തിൽ ഉള്ള യാതനകളും വേദനകളും കഷ്ടതകളുമൊക്കെ ആലോചിച്ചും ചിന്തിച്ചുമാണ്. അദ്ദേഹത്തിൻ്റെ വ്യഥ എന്നത് നമ്മൾ ബുദ്ധനിലൊക്കെ കാണുന്നത് പോലുള്ള ഒരു വ്യഥയായിരുന്നു. മറിച്ച് തടവറയിൽ അകപ്പെട്ടു പോയി എന്നതിനെക്കുറിച്ചല്ല. കാരണം തടവറ എന്നുള്ളത് ഇതിനേക്കാൾ വിപുലമായിട്ടുള്ള വിശാലമായിട്ടുള്ള മറ്റൊരു തടവറയിൽ തന്നെയാണ് ഞാൻ നിലനിന്നിരുന്നത്, ജീവിച്ചിരുന്നത് എന്ന ഒരു ബോധ്യം അദ്ദേഹത്തെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്നതായി നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് തടവറക്കകത്തും അദ്ദേഹം ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നത്, പൂക്കൾ ഉണ്ടാക്കുന്നത് സ്വയം തന്നെയും മറ്റും. അപ്പോൾ ആ സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ അടുത്ത മുറികളിലുള്ള മറ്റ് സഹതടവുകാർക്ക് വേണ്ടിയും ചെടികൾ വെച്ച് വളർത്തുകയും അവിടെ പൂ വിരിയുകയും ചെയ്തു. കാരണം അവരും സന്തോഷിക്കട്ടെ എന്നാണ്. എല്ലാ മനുഷ്യരും നിലവിലുള്ള യാഥാർത്ഥ്യത്തിനകത്ത് എങ്ങനെ സംതൃപ്തിയോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ സാധിക്കുമെന്നതുകൂടി ബഷീറിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിരുന്നു. അത് ഒരു താൽക്കാലികമായ സന്തോഷമോ താൽക്കാലികമായ പ്രതിഭാസമോ ആയല്ല ബഷീർ വിചിന്തന വിധേയമാക്കിയത്. മറിച്ച് നമുക്ക് ദീർഘകാലത്തേക്ക് ജീവിക്കാനുള്ള ഈ പ്രപഞ്ചത്തെ സംരക്ഷിച്ചുകൊണ്ട് ഒരു വലിയ പൂന്തോട്ടമാക്കി മാറ്റിക്കൊണ്ട് എങ്ങനെ നമുക്ക് സ്വാതന്ത്ര്യത്തെ ആശ്ലേഷിക്കാൻ കഴിയും എന്ന ഒരു അന്വേഷണമാണ്. ഗാന്ധിജിയെ തൊട്ടു എന്ന് ബഷീർ പറയുമ്പോൾ ഗാന്ധിജിയുടെ ഒരു ശരീരം തൊടുക എന്ന ഒരു ചെറിയ കാര്യമല്ല അവിടെ. മറിച്ച് അന്ന് ഗാന്ധി പ്രതിദാനം ചെയ്യുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ, ദേശീയ പ്രസ്ഥാനത്തെ, പ്രത്യേകിച്ച് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഒരു മറുവശത്ത് നടക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഗാന്ധി ഉൾപ്പെടുന്ന ആളുകൾ കൊണ്ടു നടന്നിട്ടുള്ള മറ്റ് വിശ്വാസ പ്രമാണങ്ങളും അയിത്തം മുതലായിട്ടുള്ള കാര്യങ്ങൾ, വൈക്കം സത്യാഗ്രഹം, ഇങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾക്കകത്താണ്. അപ്പോൾ ആ സാഹചര്യത്തിനകത്ത് നിന്നുകൊണ്ടാണ് ബഷീർ ഗാന്ധിജിയെ തൊട്ടു എന്ന് പറയുന്നത്. കാരണം ഗാന്ധിജിയെ തൊട്ടു എന്നുള്ളത് മുഖ്യധാരയിലുള്ള അന്നത്തെ ദേശീയ പ്രസ്ഥാനത്തിൽ സജീവമായ പലർക്കും ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നതല്ല. കാരണം അസ്പൃശ്യത പോലും നിലനിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് ഗാന്ധിജിയെ തൊട്ടു എന്ന് പറയുന്നത്. അപ്പം ഗാന്ധിജിയെ തൊടുന്നതിലൂടെ രണ്ട് ദൗത്യം നിർവഹിക്കുകയാണ്. ഒന്ന്, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ബഷീർ മാറുകയാണ്, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ബഷീർ മാറുകയാണ്, ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി ബഷീർ മാറുകയാണ്. അങ്ങനെ അദ്ദേഹം
ഈ രാജ്യത്തിന് വേണ്ടി, ദേശത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും അതേസമയം തന്നെ അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ ഉടനീളം തന്നെ എഴുത്തിൻ്റെ, വായനയുടെ, അപഗ്രഥത്തിൻ്റെ, അന്വേഷണത്തിൻ്റെ, പ്രണയത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ബഹുസ്വരതയുടെ ഒക്കെ മാനങ്ങൾ നിരന്തരം വാക്കുകളിലൂടെ പ്രക്ഷേപിക്കുകയും ചെയ്തത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മൾ സാമ്പത്തികമായിട്ടുള്ള ഉച്ച നീചത്വങ്ങളായാലും ശരി, സാമൂഹികമായിട്ടുള്ള മറ്റ് ഉച്ച നീചത്വങ്ങളായാലും ശരി, ഇതൊക്കെ ബഷീറിനെ സംബന്ധിച്ചിടത്തോളം അസ്വീകാര്യമായിരുന്നു. കാരണം മതിലുകളില്ലാത്ത ഒരു ലോകത്തെയാണ് അദ്ദേഹം വിഭാവനം ചെയ്തിട്ടുള്ളത്, അദ്ദേഹം സ്വപ്നം കൊണ്ടിരുന്നുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ സുഹറയും മജീദുമായിട്ടുള്ള ഈ പ്രണയ സങ്കല്പത്തിൽ തന്നെ, അല്ലെങ്കിൽ പ്രണയ കഥയിൽ തന്നെ രണ്ട് സാമ്പത്തിക വർഗങ്ങളിൽപ്പെട്ട ആളുകൾ തമ്മിലുള്ള പ്രണയമാണ്. അപ്പോൾ ഈ രണ്ട് സാമ്പത്തിക വർഗങ്ങളിൽപ്പെട്ട പ്രണയത്തെ, സ്നേഹത്തെ, വിവാഹബന്ധത്തെ, കൂടിച്ചേരലുകളെ ഒക്കെ അംഗീകരിക്കാത്ത ഒരു സാമൂഹിക വ്യവസ്ഥ നമുക്ക് നിലനിൽക്കുന്നുണ്ട് ഇവിടെ, അന്നും ഇന്നും നിലനിൽക്കുന്നുണ്ട്. അപ്പം ബഷീർ ഇങ്ങനെ നിങ്ങൾ സമ്പന്നനാണോ, നിങ്ങൾ ദരിദ്രനാണോ എന്നുള്ളതല്ല പ്രശ്നം, നിങ്ങൾ മനുഷ്യരാണോ, നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ, നിങ്ങൾക്ക് അനുകമ്പ പ്രകാശിപ്പിക്കാൻ കഴിയുന്നുണ്ടോ, നിങ്ങൾ മറ്റുള്ളവരുമായി സൗഹൃദാത്മകമായിട്ടുള്ള, സാഹോദര്യപരമായിട്ടുള്ള ബന്ധം സൂക്ഷിക്കുന്നുണ്ടോ എന്നതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വാസ്തവത്തിൽ മൗലികമായ പ്രശ്നം എന്ന് നമ്മൾ കാണാം. ബഷീറിൻ്റെ ആദ്യകാലത്തിൽ നിന്ന് വിഭിന്നമായി പിന്നീട് അദ്ദേഹം ഗാർഹസ്ഥ്യ ജീവിതമൊക്കെ നയിച്ചിട്ടുള്ള ഒരു കാലഘട്ടം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അതിനു മുമ്പാണ് അദ്ദേഹത്തിൻ്റെ മഹത്തായ കൃതികൾ വരുന്നത്, മഹത്തായ അന്വേഷണങ്ങൾ വരുന്നത്, മഹത്തായ ആവിഷ്കാരങ്ങളൊക്കെ തന്നെ മിക്കവാറും ഉണ്ടാകുന്നത്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ചടുലമായിട്ടുള്ള, ഏറ്റവും ചലനാത്മകമായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. അത്തരമൊരു കാലഘട്ടം കേരളത്തിൽ എന്നല്ല പൊതുവേ ലോകത്ത് തന്നെ എഴുത്തുകാർക്ക് കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ സൂചിപ്പിച്ച ഒരു കാര്യം, മറ്റ് എഴുത്തുകാർക്കില്ലാത്ത, മറ്റ് ഒരുപാട് സഞ്ചാരികളായിട്ടുള്ള എഴുത്തുകാർ നമുക്കുണ്ട്, കേരളത്തിലുമുണ്ട്, കേരളത്തിന് പുറത്തുമുണ്ട്. എസ് കെ പൊറ്റക്കാട് ഉൾപ്പെടെയുള്ള ആളുകൾ യാത്രാവിവരണം എഴുതി തന്നെ പ്രസിദ്ധരായിട്ടുള്ള ആളുകൾ. പക്ഷേ അവരൊക്കെ യാത്രാവിവരണം എഴുതി എന്നുള്ളത് അവരുടെ കൃത്യമായിട്ടുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കൃത്യതയുടെ, വ്യക്തതയുടെ, കണക്കിൻ്റെ, ആധുനിക ജീവിത സങ്കല്പത്തിൻ്റെ ഒക്കെ വൃത്തങ്ങൾക്കകത്ത് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. പക്ഷേ ഈ വൃത്തങ്ങളൊന്നുമില്ലാതെ ചാടിയ ബഷീർ, ഒരു കള്ളിയിലും ഒതുങ്ങാത്ത ബഷീർ, ആ ബഷീർ എന്നുള്ളത്, അതുകൊണ്ടാണ് അദ്ദേഹം എവിടെയൊക്കെ പോയി എന്ന് ചോദിച്ചാൽ എവിടെയൊക്കെയോ പോയി, എന്തൊക്കെയോ ജോലികൾ ചെയ്തു. അങ്ങനെ ഒരുപാട് ജോലികൾ, ഇപ്പോൾ കൂസയുടെയൊക്കെ കഥാപാത്രം, ഇപ്പോൾ ക്രിസ്തുവിനെക്കുറിച്ചുള്ള കഥാപാത്രത്തെ കൂസ ആവിഷ്കരിക്കുന്നുണ്ട്. പക്ഷേ ക്രിസ്തു ആയിട്ടല്ല, മറിച്ച് അതൊരു പ്രത്യേക രീതിയിലേക്ക് പരിവർത്തിപ്പിച്ചിട്ടാണ്. അവിടെ ഈ പല ജോലിയും ചെയ്യുന്ന ഉണ്ണിയേശുവിനെ, അല്ലെങ്കിൽ ചെറിയ 5 വയസ്സായുള്ള കുട്ടിയെയുമായി ഒരു അച്ഛൻ യാത്ര പുറപ്പെടുന്നതാണ് കൂസയെ സങ്കല്പിക്കുന്നത്. ആ കഥയിൽ അദ്ദേഹം പല ജോലികൾ ചെയ്യുന്ന, കപ്പലിൽ നിന്ന് ചരക്കുകൾ ഇറക്കുന്ന ഒക്കെ സന്ദർഭങ്ങൾ വിശദീകരിക്കുന്നത് പോലെ നമുക്ക് ബഷീറിനെ നോക്കിക്കഴിഞ്ഞാൽ ബഷീർ ചെയ്യാത്ത ജോലികളില്ല, ബഷീർ പോകാത്ത ഇടങ്ങളില്ല, ബഷീർ കേൾക്കാത്ത ശബ്ദങ്ങളില്ല. അപ്പോൾ ശബ്ദങ്ങൾ എന്ന കൃതി വാസ്തവത്തിൽ ഒരു അത്ഭുതമാണ്. കാരണം ഇന്നിപ്പോൾ നമ്മൾ എല്ലാ ജീവിതത്തിലുള്ള എല്ലാ ബഹുസ്വര വ്യവസ്ഥകളെയും തിരിച്ചറിയുകയും അതിനെക്കുറിച്ചൊക്കെ പല രീതിയിലുള്ള സംവാദങ്ങളും നടക്കുകയും ചെയ്യുന്നൊരു സന്ദർഭമാണ്. പക്ഷേ ബഷീർ എത്രയും കഷ്ടപ്പെടുന്ന മനുഷ്യർ, എവിടെയൊക്കെ ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യർ, ഹിജടകൾ, നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഹിജടകൾ എന്നൊക്കെ പറയുന്നത് സമൂഹം ഉണ്ടാക്കിയാണല്ലോ. കാരണം സമൂഹം ഉപേക്ഷിക്കുന്നവരുടെ നഗരങ്ങൾ തന്നെ രൂപപ്പെടുകയാണ്. അവിടെ അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, അവരുടെ ആകുലതകൾ എങ്ങനെയാണ്, അപ്പോൾ ആ ശബ്ദങ്ങളിൽ അദ്ദേഹം കേൾക്കുന്നത്, അദ്ദേഹം പിടിച്ചെടുക്കുന്നത് അവരുടെ വ്യഥയാണ്, അവരുടെ വേപതുവാണ്. അപ്പോൾ ഇങ്ങനെ മനുഷ്യൻ്റെ ഖിന്നതകളെ പിടിച്ചെടുത്തുകൊണ്ട്, യാതനകളെ പിടിച്ചെടുത്തുകൊണ്ട് അവർക്കൊപ്പം ഒരാളായി ബഷീർ മാറുകയാണ്. ഇപ്പം അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്ത് എഴുതിയിട്ടുള്ള ഈ ഒരു മനുഷ്യനെന്നൊക്കെയുള്ള കഥയിൽ തന്നെ നമ്മൾ കള്ളൻ എന്നൊക്കെ പറയുമ്പം നമ്മളൊരു കള്ളനെ ഓടിപ്പിടിച്ച് തല്ലാൻ വളരെ എളുപ്പമാണ് സമൂഹത്തിൽ. പക്ഷേ നമുക്കറിയാം, കോടിക്കണക്കിന് രൂപ കട്ട് രാജ്യത്തെ തന്നെ മുടിച്ച് വിദേശങ്ങളിലേക്ക് കടന്നുപോയി
വളരെ സ്വച്ഛമായി ജീവിക്കുന്ന എത്രയോ ബഹുകോടീശ്വരന്മാർ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. അന്നുമുണ്ട്, ഇന്നും ഉണ്ടാവും. അപ്പോൾ ഇന്നുമുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ ഇതൊക്കെ നിലനിൽക്കുമ്പോൾ ഒരു സാധാരണ ഭക്ഷണം മോഷ്ടിക്കുന്ന ഒരാളെ, അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഒരു പിടി അരി മോഷ്ടിക്കുന്ന ആളുകളെ ജനക്കൂട്ടം തല്ലിക്കൊല്ലുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോൾ ഇതിനെയാണ് ബഷീർ അവിടെ ഈ കള്ളനിലെ നന്മ ആവിഷ്കരിക്കുന്നത്. മനുഷ്യർ ജന്മം കൊണ്ട് നല്ലവരാണ്, അവരെ നമ്മൾ കള്ളന്മാരാക്കിയാണ്, കൊള്ളക്കാരാക്കിയാണ്, മറ്റ് പല രീതിയിലുള്ള തിന്മയുടെ ജീവിതാവസ്ഥയിലേക്ക് അവരെ നമ്മൾ വലിച്ചെറിയുകയാണ്. യഥാർത്ഥത്തിൽ എല്ലാ മനുഷ്യരും ജനിച്ചു വീഴുന്നത് നല്ല മനുഷ്യരായിട്ടാണ്. ഈയൊരു യാഥാർത്ഥ്യം ബഷീർ ഉൾക്കൊള്ളുക മാത്രമല്ല, അദ്ദേഹം നിരന്തരം അന്വേഷിക്കുകയും അദ്ദേഹത്തിൻ്റെ നൈതികത എന്ന് പറയുന്നത് ഈ വിശാലമായ മാനവികതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു നൈതികതയാണ്. ആ നൈതികതയാണ് അദ്ദേഹത്തിൻ്റെ ഇന്ധനം, അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ഇന്ധനം എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് അദ്ദേഹം സ്വയം പ്രഖ്യാപിക്കുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ തൊഴിൽ തന്നെ ഒരു എഴുത്തുകാരൻ എന്നാണ്. അങ്ങനെ മിക്കവാറും എഴുത്തുകാർ സ്വയം പറയാറില്ല. പക്ഷേ ബഷീർ ആവർത്തിച്ച് പറഞ്ഞു, ഞാനൊരു എഴുത്തുകാരനാണ്, ഞാൻ എഴുതി ജീവിക്കും, എഴുത്താണ് എൻ്റെ ജോലി. കാരണം അതിലെൻ്റെ വിയർപ്പുണ്ട്, എൻ്റെ ചോരയുണ്ട്, എൻ്റെ രക്തമുണ്ട്, എൻ്റെ മാംസമുണ്ട്, എൻ്റെ മജ്ജയുണ്ട്. ഇങ്ങനെ പച്ചയായി പറയുന്ന എഴുത്തുകാർ പൊതുവേ കുറവാണ്. അപ്പോൾ ബഷീറിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബഷീറിൻ്റെ ആയിരക്കണക്കിന് ഫോട്ടോസ് പൊന്നൂർ രാജൻ എടുത്തത് നമുക്ക് കാണാൻ പറ്റും. അതിൽ കുറേ ഫോട്ടോസ് കോഴിക്കോട് യൂണിവേഴ്സിറ്റി ബഷീർ ചെയറിൽ ഞാനവിടെ ഇരുന്ന കാലത്ത് ഫ്രെയിം ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ച, ഒരുപാട് ഫോട്ടോസിൽ ബഷീർ നഗ്നനാണ്, വസ്ത്രം ഇടാതെയാണ്, ഷർട്ട് ഇടാതെയാണ്, അർദ്ധനഗ്നനാണ്, മുണ്ട് മാത്രമേ ധരിച്ചിട്ടുള്ളൂ, ഷർട്ടില്ല, മേൽവസ്ത്രമില്ല. അപ്പോൾ മേൽവസ്ത്രം ഇല്ലാത്ത ബഷീർ അതിഥികളെ സ്വീകരിക്കുകയാണ്. സൂവറീക്കോട് ഉൾപ്പെടെ ഒട്ടനവധി ആളുകൾ അദ്ദേഹത്തിന് ചുറ്റും വീട്ടിൽ വന്ന് ഇരിക്കുന്ന സന്ദർഭങ്ങളൊക്കെ ഈ ഫോട്ടോകളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ബെയർ ബോഡി അല്ലെങ്കിൽ ഈ ശരീരം ഈ രീതിയിൽ പൂർണ്ണമായൊരു വസ്ത്രം ഷർട്ട് അവിടെ ഇല്ലാത്തത് കൊണ്ടല്ല. ഈ ബേപ്പൂരിൽ താമസിക്കുന്ന സമയത്തൊക്കെ വസ്ത്രത്തിനൊന്നും വലിയ ദാരിദ്ര്യമൊന്നും ബഷീറിനില്ല. അപ്പോൾ ആ സമയത്ത് അപ്പം ഗാന്ധിജി എന്തുകൊണ്ടാണോ അർദ്ധനഗ്നനായി ഇന്ത്യയിൽ നടന്നത്, വാസ്തവത്തിൽ അതുപോലെ ഈ ബെയർ ലൈഫ് എന്നുള്ള ഒരു സങ്കല്പം തന്നെ അങ്ങനെ തന്നെ തത്വ ഇന്ത്യയിലൊക്കെ ഇടക്കാലത്ത് സംവാദ വിഷയമായിരുന്നു. അപ്പോൾ ഈ നമ്മൾ പച്ചയായിട്ടുള്ള ഒരു ജീവിതത്തെ, തുച്ഛമായ ഒരു ജീവിതത്തെ അത് ഏത് രീതിയിൽ ഉൾക്കൊള്ളുന്നു എന്നതുകൂടി ബഷീർ ആവിഷ്കരിക്കുകയായിരുന്നു. അപ്പം ബഷീറിന് പരിസ്ഥിതിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്ന പോലെയല്ല, ബഷീർ പരിസ്ഥിതിയുടെ ഭാഗമായി, ഈ പ്രകൃതിയുടെ ഭാഗമായി, ഈ വലിയ പ്രപഞ്ചമാകുന്ന യാഥാർത്ഥ്യത്തിൻ്റെ ആ ശരീരത്തിൻ്റെ റൂസോയൊക്കെ പറയുന്ന ബോഡി പൊളിറ്റിക് എന്നൊക്കെ പറയുമല്ലോ, ആ പറയുന്ന രീതിയിലുള്ള ഒരു വലിയ ആ ശരീരത്തിൻ്റെ ഭാഗമായി സ്വയം പരിണമിച്ചുകൊണ്ടാണ് എഴുതുകയും പ്രവർത്തിക്കുകയും ജീവിക്കുകയും ഒക്കെ ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ബഷീറിനെ സംബന്ധിച്ചിടത്തോളം ബഷീർ ഇപ്പോഴും ഓർമ്മിക്കപ്പെടുന്നുണ്ട്, ഇനിയും ദീർഘകാലം ഓർമ്മിക്കപ്പെടുകയും ചെയ്യും. കാരണം ബഷീറിൻ്റെ രചനകളിലൂടെ കടന്നു പോകുമ്പോൾ ബഷീറിൻ്റെ ഈ മൗലിക ഭാവങ്ങൾ, ദാർശനിക ഭാവങ്ങൾ ഇതര രചനകളിൽ നിന്ന് വിഭിന്നമായി ആളുകൾക്ക് അനുഭവഭേദ്യമാകും, സ്പർശിക്കാൻ കഴിയും. ഈ സ്പർശം എന്നുള്ളത് ബഷീറിൽ വരുന്ന ഒരു പ്രത്യേക പ്രമേയമാണ്. ഇതെല്ലാം കൂടി ഈ സമയത്ത് പറയാൻ കഴിയില്ല എന്നുള്ളത് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കാരണം ഈ കേൾവി നമ്മളുടെ ചെവിയിലുള്ള ഈ ഇയർ ഡ്രമ്മിനെ സ്പർശിക്കുന്നത് പോലെ തന്നെ നമ്മളുടെ സ്പർശം, പല രീതിയിലുള്ള ശാരീരികമായ സ്പർശം എന്നുള്ളത് ബഷീർ ഇന്നത്തെ പുതിയ ഭാഷ ഉപയോഗിച്ചാൽ പ്രശ്നവൽക്കരിക്കുന്നുണ്ട്. കാലത്തെ പ്രശ്നവൽക്കരിക്കുന്നത് പോലെ കാലം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഒരു സംഭവത്തിൽ നിന്ന് മറ്റൊരു സംഭവത്തിലാണ്. ഇന്നലെ എന്തായിരുന്നു എന്ന് ആലോചിച്ചിട്ടാണ് ഇന്നലെ ബുധനാഴ്ചയായിരുന്നു, അതുകൊണ്ട് ഇന്ന് വ്യാഴാഴ്ചയാണ് എന്ന് നമ്മൾ പറയുന്നത് പോലെ സംഭവങ്ങളുടെ തുടർച്ചയിലാണ് നമ്മൾ സാധാരണ കാലത്തെ അടയാളപ്പെടുന്നത്. പക്ഷേ ബഷീർ അങ്ങനെയല്ല. അതുകൊണ്ടാണ് ബഷീർ അവിടെ ഞാനും അനന്തതയും മാത്രം ഈ ചെറിയ സെല്ലിനകത്ത്, ഈ തടവറക്കകത്തുള്ള ചെറിയ ഇടുങ്ങിയ ഈ മുറിക്കകത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ കാലത്തെ സംബന്ധിച്ച പരികൽപ്പന ബഷീർ അദ്ദേഹത്തിൻ്റേതായ രീതിയിൽ പ്രശ്നവൽക്കരിക്കുകയാണ്. അങ്ങനെ മിക്കവാറും ദാർശനികമായ സമ്പ്രത്യങ്ങളൊക്കെ തന്നെ, സങ്കല്പനങ്ങളെല്ലാം തന്നെ
ബഷീർ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൂടെ പ്രശ്നവൽക്കരിക്കുന്നത് അല്ലെങ്കിൽ പ്രോബ്ലമറ്റൈസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ലിൻഡ ഹഷ്യണൊക്കെ ബെർത്തോൾഡ് ബ്രെക്റ്റിനെക്കുറിച്ചൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. പിന്നെ ഈ ആധുനികതയ്ക്ക് മുമ്പ് തന്നെ അല്ലെങ്കിൽ ആധുനികതയുടെ കാലത്ത് തന്നെ ആധുനികോത്തരമായി ചിന്തിച്ചിട്ടുള്ള, പോസ്റ്റ് മോഡേണായി ചിന്തിച്ചിട്ടുള്ള, ആവിഷ്കരിച്ചിട്ടുള്ള എഴുത്തുകാർ എന്ന് ബഷീറിനെ ലിൻഡ ഹഷ്യൺ അറിയാത്തതുകൊണ്ട് പിന്നെ ബഷീറിനെക്കുറിച്ച് യൂറോപ്പിൽ നിന്ന് ആൾ വന്ന് ആഷർ വന്ന് പഠിച്ച് എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും എന്തായാലും ലിൻഡ ഹഷ്യൺ അവർക്ക് അറിയില്ല, ബഷീറിനെ അറിയില്ല എന്നുള്ളത് അവരുടെ പുസ്തകത്തിൽ നമുക്ക് വ്യക്തമാവും. അപ്പോൾ അതുകൊണ്ട് ഭക്തിനെക്കുറിച്ച് പറഞ്ഞ ആ സങ്കല്പം ബഷീറിന് വളരെ പ്രസക്തമാണ് എന്നുള്ളത് ബഷീറിന് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും. കാരണം ഈ ആധുനികതയുടെ ഒരു കാലത്ത് തന്നെ ആധുനികതയിൽ ഒതുങ്ങാത്ത, അതിനു മുമ്പുള്ള പ്രീ മോഡേൺ എന്ന് നമ്മൾ പറയുന്ന ആധുനിക പൂർവമായ ജീവിത വ്യവസ്ഥകളിൽ ഒതുങ്ങാത്ത, ഇതിനെയൊക്കെ ഉല്ലംഘിക്കുന്ന, ഇതിനെയൊക്കെ അതിവർത്തിക്കുന്ന എഴുത്തിൻ്റെ, അന്വേഷണത്തിൻ്റെ, ആവിഷ്കാരത്തിൻ്റെ ഒരു വലിയ മണ്ഡലം വാസ്തവത്തിൽ ബഷീറിൽ നമുക്ക് അനുഭവപ്പെടും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബഷീറിൻ്റെ വായന നിലക്കാതെ ഇനിയും ദീർഘകാലം നമുക്കിടയിൽ നിലനിൽക്കും. അത് ബഷീർ വായിക്കുമ്പോൾ തന്നെ ബഷീറും നമ്മോടൊപ്പം വരും, അദ്ദേഹത്തിൻ്റെ ജീവിതം വരും, അദ്ദേഹത്തിൻ്റെ ശരീരം വരും, അദ്ദേഹത്തിൻ്റെ അന്വേഷണം വരും, അദ്ദേഹത്തിൻ്റെ നടത്തവും ഓട്ടവും മരുഭൂമിയും ഹിമാലയ സാനുക്കളും ഒക്കെ കടന്നു വരും. അത് മറ്റ് എഴുത്തുകാരുടെ ഇടുങ്ങിയ വീടുകളോ അല്ലെങ്കിൽ കാറ്റും വെളിച്ചവും കടക്കാത്ത കൊട്ടാരങ്ങളോ ഒന്നുമായിരുന്നില്ല. മറിച്ച് ഈ വിശാലമായ പ്രപഞ്ചവും ഈ വിശാലമായ പ്രപഞ്ചത്തിലെ എല്ലാ സങ്കുചിത സങ്കല്പങ്ങളെയും മുഖാമുഖം അഭിമുഖീകരിച്ചുകൊണ്ട് അതിനപ്പുറത്ത് ചിന്തിക്കുന്ന, അതിനപ്പുറത്ത് ആവിഷ്കരിക്കുന്ന, അതിനപ്പുറത്ത് സ്വപ്നം കാണുന്ന, അതിനപ്പുറത്ത് എത്തിച്ചേരാനുള്ള നിരന്തരമായ ആഗ്രഹ ചിന്ത കൂടി ആവിഷ്കരിക്കുന്ന ദാർശനിക രചനകളാണ്. അതുകൊണ്ട് ദാർശനിക രചനകൾ എന്നുള്ളത് മലയാളത്തിൽ അപൂർവമാണ്. ആ അപൂർവങ്ങളിൽ അപൂർവമായ പ്രതിഭയെ സ്മരിക്കുന്ന ഈ സന്ദർഭത്തിൽ തീർച്ചയായും നമുക്ക് ഇനിയും ബഷീറിനെ വായിച്ചു കൊണ്ടിരിക്കാം. പുതിയ പുതിയ വായനകൾ ബഷീറിന് ഇനിയും ധാരാളമായി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്.